നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വ്യക്തമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം ഈ വാക്കുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുക. ഈ വാക്കുകൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ആഗ്രഹത്തിനു വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾക്കു വേണ്ടി ഒരുമിച്ചും ഉപയോഗിക്കാം. ഈ വാക്ക് ഏതാണ്, ഇത് ഒരു പ്രത്യേക ആഗ്രഹത്തിന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പ്രത്യേകം നോക്കാം. ആദ്യമായി ഇത് നമ്മൾക്ക് പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒരു ബുക്കിൽ അല്ലെങ്കിൽ പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് അത് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് എഴുതുക. അതായത് ആഗ്രഹിച്ച പണം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി, ആഗ്രഹിച്ച സ്നേഹം ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി, ആഗ്രഹിച്ച ജോലി ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഇങ്ങനെ എഴുതി വെച്ച ശേഷം നിങ്ങൾ ഉറങ്ങാനായിട്ട് കട്ടിലിൽ കിടക്കുക. കിടന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സ് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ കണ്ടുകൊണ്ട് ആ ഒരു കാര്യം സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ച ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ വാക്കുകൾ പറയേണ്ടത്. ഈ വാക്കുകൾ നിങ്ങൾ ഉറക്കെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ഈ വാക്ക് ഏതാണ് എന്ന് നോക്കാം. ഇത് നെവിൽ ഗോഡാർഡിൻ്റെ ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്കാണ്. ഈ വാക്ക് മറ്റൊന്നുമല്ല, ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ എന്നാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആ നല്ല കാര്യത്തെ, ആ നല്ല നിമിഷത്തെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് ആ ഗുഡ് ഫീലിംഗ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ, ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട്, സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക. നിങ്ങൾ മലയാളത്തിലാണ് ഈ വാക്ക് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കിടന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു നല്ല നിമിഷത്തെക്കുറിച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വാക്ക് പറയുക. വളരെ മനോഹരമായിരിക്കുന്നു, അതിമനോഹരമായിരിക്കുന്നല്ലോ, അതിമനോഹരമായിരിക്കുന്നല്ലോ, അതിമനോഹരമായിരിക്കുന്നല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക. ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് ഈ വാക്ക് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു പ്രത്യേക ആഗ്രഹത്തിന് വേണ്ടി ഈ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഒരു കടലാസിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ നിങ്ങളുടെ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്നെഴുതുക. ആ ആഗ്രഹിച്ചത് എന്നുള്ളതിൻ്റെ സ്ഥലത്ത് നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് എഴുതാം. ഞാൻ ആഗ്രഹിച്ച പണം എനിക്ക് ലഭിച്ചതിന് നന്ദി. അത് ഇപ്പം എത്ര രൂപയാണെന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി, ഞാൻ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് എനിക്ക് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് നിങ്ങൾക്ക് എഴുതാം. ആ വ്യക്തിയുടെ പേര്, ആഗ്രഹിച്ച വ്യക്തി എന്നതിന് പകരം ആ വ്യക്തിയുടെ പേര് ചേർത്ത് നിങ്ങൾ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. കിടന്നുകൊണ്ട് നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ആ ആഗ്രഹത്തിൻ്റെ എൻഡ് റിസൾട്ട് എന്താണോ അത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലി നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ജോലിക്ക് നിങ്ങൾ പോകുന്നു, ആ സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു. ആ ഒരു സീൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പമുണ്ട്, ആ വ്യക്തി നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു, നിങ്ങൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. ഈ ഒരു സീൻ നിങ്ങൾ സന്തോഷത്തോടെ ഇമാജിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുക, ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ, ഈസിൻറ്റ് ഇറ്റ് വണ്ടർഫുൾ, ഈസിൻറ്റ് വണ്ടർഫുൾ, അതിമനോഹരമായിരിക്കുന്നല്ലോ, ഇത് അതിമനോഹരമായിരിക്കുന്നല്ലോ, അതിമനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക. ഈ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാൽ മതി, പുറമേ ഉറക്കെ പറയേണ്ട ആവശ്യമില്ല. മനസ്സിൽ ആ സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ വാക്കുകൾ മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനായിട്ട് പ്രവർത്തിക്കുകയും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ ഒരാഗ്രഹത്തിന് വേണ്ടി 7 ദിവസം തുടർച്ചയായി ചെയ്ത ശേഷം അടുത്ത ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് ഈസിൻഡ് ഇറ്റ് വണ്ടർഫുൾ അല്ലെങ്കിൽ അതിമനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.